നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തിക്കും തിരക്കും. 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്ക് ഉത്സവത്തിനിടെയായിരുന്നു അപകടം. ചിതറ പമ്പിനുള്ളിലെ കൊലപാതക ശ്രമം. 3 പ്രതികൾ അറസ്റ്റിൽ. ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി. യുവാവ് അറസ്റ്റിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി അബ്ദുൾ ഷിജിയാണ് അറസ്റ്റിലായത്. 31 കഞ്ചാവ് ജരികൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്ക് ഉത്സവത്തിനിടെയായിരുന്നു അപകടം. ചവറ വടക്കുംഭാഗം സ്വദേശികളായ രമേശ് ജിജി ദമ്പതികളുടെ മകൾ ക്ഷേത്രയാണ് മരിച്ചത്. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്കുത്സവത്തോടനുബന്ധിച്ചുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 5 വയസ്സുകാരി ദാരുണമായി മരിച്ചത്. വടക്കേ കണ്ടത്തിൽ നിന്ന് തെക്കേ കണ്ടത്തിലോട്ട് പിടിക്കുന്ന ആ സമയത്ത് അന്നേരം ഞാൻ ഈ സംഭവം ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ അറിയണം കാലിലല്ല കുഞ്ഞിൻ്റെ വയറ്റിലൂടെ കയറി ഇറങ്ങിയതാണ്. അങ്ങനെ NS ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്നേരം തന്നെ കുഞ്ഞ് ജീവൻ പോകുന്നത്. ചവറ വടക്കുംഭാഗം പാറശ്ശേരി തെക്കതിൽ വീട്ടിൽ രമേശൻ ജിജി ദമ്പതികളുടെ മകൾ ക്ഷേത്രയാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു അപകടം. കടത്താറ്റ് വയലിൽ നടന്ന കെട്ടുകാഴ്ചക്കിടെ 4 ചക്രങ്ങളുള്ള വണ്ടിക്കുതിരയുടെ നിയന്ത്രണം തെറ്റുകയും തുടർന്നുണ്ടായ തിരക്കിൽ പിതാവിന്റെ കയ്യിലിരുന്ന കുഞ്ഞ് അപകടത്തിൽപ്പെടുകയുമായിരുന്നു. ഈ ഉത്സവത്തിന്റെ ഈ കുതിരകളെല്ലാം വയലിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു വലിയ തിട്ടയുണ്ട്. ആ തിട്ടയിൽ കൂടി കയറിയാണ് 2ാമത്തെ വയലിലേക്ക് കുതിര പോകുന്നത്. ആ 2ാമത്തെ വയലിലേക്ക് പോയതിനു ശേഷം തിരികെ വരുമ്പോൾ ഈ കുഞ്ഞ് രക്ഷകർത്താവിനോടൊപ്പം ആ കുതിരയോടൊപ്പം വന്നെന്ന് അറിയുന്നത്. നമ്മൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം. രക്ഷകർത്താക്കൾ ഈ കുട്ടികളെ കൊണ്ട് കുതിരയുടെ മുമ്പിൽ കൊച്ചു കുട്ടികളാണ്. ഏകദേശം 6 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്കാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. അപ്പോൾ കുട്ടികളെ രക്ഷകർത്താക്കൾ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുഞ്ഞിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം കാവനാട്ട് LDF ബൂത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക് ബോണ്ട് അഴിമതിയിൽ വികൃതമായ BJP മുഖം രക്ഷിക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണെന്ന് MLA പറഞ്ഞു. മണിപ്പൂർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും വിരുന്നിന് പോവുകയും ചെയ്യുന്ന UDF MPമാരുടെ യഥാർത്ഥ മുഖം ജനം കണ്ടതാണെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പറഞ്ഞു. പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, നല്ലൊരു വിഹിതം അവരും വാങ്ങിച്ചു. അതായത് 9,000 ചില്ലാനം കോടി രൂപയുടെ പണം, പല അഴിമതി പണങ്ങളും ഈ ബോണ്ടുകൾ വഴി, കടപ്പത്രം വഴി പല പാർട്ടികളും വാങ്ങിച്ചപ്പോൾ 1,500 കോടി രൂപ കോൺഗ്രസ് വാങ്ങിച്ചു. ആ കോൺഗ്രസിന് ഇനി നാളെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാൻ പറ്റും. തൃണമൂൽ കോൺഗ്രസും വാങ്ങിച്ചു. ജനങ്ങൾക്ക് കാശ് ഇങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമൻ അടുത്ത കാലത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ കടം വാങ്ങിച്ചിട്ട് ജനങ്ങൾക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് കാര്യങ്ങൾ നൽകേണ്ട കാര്യമില്ല, അത് പറ്റത്തില്ല, അത് സമ്മതിക്കത്തില്ല എന്നൊരു നിലപാട്. ഇത് ഒരു തീവ്ര വലതുപക്ഷ ചിന്താഗതിയാണ്. അമേരിക്കയിലും ഈ ചിന്താഗതിയുണ്ട്, ഇംഗ്ലണ്ടിലും ഈ ചിന്താഗതിയുണ്ട്. അത് സൗജന്യ സേവനങ്ങൾ അത് നിർത്തേണ്ടതാണ്. അത് ജനങ്ങൾക്ക് അങ്ങനെ സൗജന്യം നൽകേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല എന്നൊരു നിലപാട് അത് വലതുപക്ഷ ചിന്താഗതി. ആ ഒരു ചോദ്യം അന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒരു സർക്കാരിനെ പിന്താങ്ങുന്ന പ്രബലമായ ഒരു കക്ഷി പറയുന്നത് കേട്ടേ പറ്റുള്ളായിരുന്നു. അങ്ങനെ കോമൺ മിനിമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടി ആ സർക്കാരിന് വലിയ രീതിയിലുള്ള CPM കാവനാട് ബ്രാഞ്ച് സെക്രട്ടറി സർവേശ്വരൻ അധ്യക്ഷനായി. AITUC നേതാവ് B മോഹൻദാസ്, തോംസൺ ഗിൽബർട്ട്, VS വിനോദ്, B രാജ്കുമാർ, ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി തൊടിയൂർ അരമത്തുമഠം P ഉണ്ണികൃഷ്ണപിള്ള ഗ്രന്ഥശാല ആൻഡ് പഠന കേന്ദ്രം ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചു. വിജ്ഞാനം വികസനത്തിന് എന്ന സന്ദേശമുയർത്തിയാണ് ഹൃദയോത്സവം സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ S കല്ലേലി ഭാഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് G രാമചന്ദ്രൻ പിള്ളയുടെ അധ്യക്ഷതയിലാണ് ഹൃദയോത്സവം പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ S കല്ലേലി ഭാഗം ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശീതള സലാം, യുവ കവയിത്രി ശ്രീകുമാരി അശോകൻ, ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് തൊടിയൂർ താഹ, കുറ്റിയിൽ സജീവ്,
രശ്മി, അനിലാർ, പാലവിള, മഞ്ജു, ബി ശ്രീദേവി, എസ് സജീന തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കവിതാലാപനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അംഗനവാടികൾ കേന്ദ്രീകരിച്ച് നടന്ന പോഷണ ദ്വൈവാരാഘോഷത്തിന്റെ സമാപനം കായംകുളത്ത് നടത്തി. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ എൽ ഷീബ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 മുതൽ നടന്നു വന്ന പോഷണ ദ്വൈവാര ആഘോഷത്തിന്റെ സമാപനമാണ് കായംകുളം ടൗൺ ഹാളിൽ നടത്തിയത്. സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ എൽ ഷീബ നിർവഹിച്ചു. നമ്മുടെ ലൈൻ ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വന്നു. അതിനോളം ഈ 50 വർഷ കാലയളവിലും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഏകദേശം ഏറ്റവും ഭംഗിയായി നമുക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മാതൃമരണനിരക്കിലും ശിശുമരണനിരക്കിലും ഒക്കെ ആ ഒരു കുറവ് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ കേരള മാതൃക നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും കാലഘട്ടങ്ങളുടെ ആവശ്യകതയുണ്ട്. നമുക്കറിയാം, ഇന്നത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. റഫറൽ സർവീസ്, ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ഈ 5 സർവീസ് നടത്തിയതിന് ശേഷമാണ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. പോഷണ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നടത്തി വരുന്നുണ്ടെങ്കിൽ പോലും ഈ 1975 പോഷണ സ്റ്റാറ്റസിൽ നിന്നും ആ നിലവാരത്തിൽ നിന്നും വളരെയധികം മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേർന്നു. എങ്കിലും മറ്റൊരു പ്രശ്നം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതെന്താണ്? സ്ത്രീകളിലും കൗമാരക്കാരിലും ഉള്ള വിളർച്ച രോഗം, അല്ലെ, അനീമിയ. അപ്പോൾ അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡീഷണൽ ശിശുവികസന ഓഫീസർ ജിജി ജോൺ, ജില്ലാ വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ സൗമ്യ ആർ, നാഷണൽ ന്യൂട്രിമിഷൻ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മനു എം, മുതുകുളം ശിശുവികസന പദ്ധതി ഓഫീസർ ലക്ഷ്മി എൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചിതറ കൊലപാതക ശ്രമ കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 12-ന് മങ്കോട് ചിതറ സ്വദേശി മുഹമ്മദ് റാഫിയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 12-ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാങ്കോട് ചിതറ കോത്തല റഹ്മത്ത് മൻസിലിൽ 28 വയസ്സുള്ള മുഹമ്മദ് റാഫിയെയാണ് പ്രതികൾ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മുഹമ്മദ് റാഫി തന്റെ ഉടമസ്ഥതയിലുള്ള JCB ചിതറപ്പമ്പിൽ പാർക്ക് ചെയ്തിരുന്നു. തുടർന്ന് മുഹമ്മദ് റാഫിയോട് വൈരാഗ്യത്തിൽ തുടരുന്ന പ്രതി ജിൻഷാദിന്റെ ഉടമസ്ഥതയിലുള്ള JCB അതിനു മുന്നിലായി കൊണ്ട് പാർക്ക് ചെയ്തു. ജിൻഷാദിന്റെ JCBയിലെ ജോലിക്കാരനായ വിഘ്നേഷ്, അഖിൽകൃഷ്ണൻ, അമൽകൃഷ്ണ എന്നിവർ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം മുഹമ്മദ് റാഫിയുടെ JCB കുത്തി തുറക്കുവാൻ ശ്രമിച്ചു. ഇത് കണ്ട് മുഹമ്മദ് റാഫി ഓടിവന്ന് അവരെ തടയുകയും ഇതേ തുടർന്ന് 3 പ്രതികളും ചേർന്ന് മുഹമ്മദ് റാഫിയുമായി അടിപിടി കൂടുകയും ചെയ്തു. ഈ സമയം അഖിൽകൃഷ്ണ JCBയുടെ ഉടമസ്ഥനായ ജിൻഷാദിനെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ചറിയിച്ചു. ജിൻഷാദ് ഒരു ബൈക്കിൽ രാത്രി 8 മണിയോടെ പമ്പിലെത്തുകയും തന്റെ കൈവശം ഒളിച്ചുവെച്ചിരുന്ന വാളുകൊണ്ട് മുഹമ്മദ് റാഫിയെ വെട്ടുകയുമായിരുന്നു. കഴുത്തിന് തൊട്ടുമുകളിലായി വെട്ടുകൊണ്ട റാഫി നിലത്ത് വീഴുകയും നാട്ടുകാർ ഓടിക്കൂടി അടിയന്തര ചികിത്സയ്ക്കായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികളെല്ലാം ഒളിവിൽ പോയി. ഈ സംഭവത്തിന് ചിതറ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതിയായ വിഘ്നേഷിനെ കടക്കിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തുടർന്ന് പ്രതികളായ ജിൻഷാദ്, അഖിൽകൃഷ്ണ മധുര, ഊട്ടി, കന്യാകുമാരി, തിരുനെൽവേലി എന്നീ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിക്കുകയും തെങ്കാശിയിലെ ഒരു ലോഡ്ജിൽ നിന്നും ജിൻഷാദിനെയും അഖിൽകൃഷ്ണനെയും ചിതറ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അമൽകൃഷ്ണയെ പിടികൂടാനുണ്ട്. ജിൻഷാദ് വെട്ടാനുപയോഗിച്ച വാൾ കടയ്ക്കൽ ആലുമുക്കിലുള്ള പാലത്തിനടിയിലെ തോട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് പ്രതികളെ സ്ഥലത്തെത്തിച്ചു. തെളിവെടുപ്പും നടത്തി. JCB ഓപ്പറേറ്റർമാർ തമ്മിലുള്ള കുടിപ്പകയാണ് ഈ സംഭവത്തിന് പ്രധാന കാരണം. ചിതറ CI P ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളെ കടയ്ക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CI ശ്രീജിത്ത്, SI സുധീഷ്, SI രശ്മി, CPOമാരായ സനൽ, ശ്യാം, ഫൈസൽ, ഗിരീഷ്, വിശാഖ്, രൂപേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. ഗാന്ധി ദർശൻ വേദി പാവുമ്പ PGNM UPSലാണ് പരിപാടി സംഘടിപ്പിച്ചത്. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു.
ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിലാണ് പാവുമ്പ PGNM UP സ്കൂളിൽ ഗാന്ധി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചത്. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ മികച്ച രീതിയിൽ ക്ലാസുകൾ എടുക്കുന്ന ഈ ടീച്ചേഴ്സിനെ പേരൻസിനെ കാണുന്നത് പോലെ തന്നെ കാണണം. നമുക്ക് അപ്പോൾ ഒരുപാട് ഗുരുമുഖത്തു നിന്നും ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? ഒരുപാട് അറിവുകൾ. റെഡി 1 3 1 1 1 1 2 2. അരുൺ ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു. സുമൻജിത്ത് മിഷ, H അനൂപ, സന്ധ്യ മനോഹരൻ, സന്തോഷ് കുറുപ്പ്, N രാധാകൃഷ്ണപിള്ള, ശ്യാമിലി തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ക്വിസ് മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കള്ളിച്ചെത്ത് വ്യവസായ വികസന ബോർഡ് അംഗമായി നിയമിക്കപ്പെട്ട തൊടിയൂർ രാമചന്ദ്രന് UDF കൊല്ലത്ത് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം DCC ഹാളിൽ INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസിന്റെ അധ്യക്ഷതയിലാണ് തൊടിയൂർ രാമചന്ദ്രന് സ്വീകരണമൊരുക്കിയത്. കള്ള് ചെത്ത് വ്യവസായത്തെ തകർക്കുന്ന സമീപനമാണ് ഇടത് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് R ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. PG ദേവ് അധ്യക്ഷനായിരുന്നു. NK പ്രേമചന്ദ്രൻ MP, VJ ജോസഫ്, വടക്കേവിള ശശി, PK വേണു, തോമസ് സെബാസ്റ്റ്യൻ, OB രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലത്തോളം കേരളത്തിലെ ഏറ്റവും പ്രബലമായ തൊഴിയൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച് ഈ സമീപ കാലത്താണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് ടോളി വെൽഫെയർ ബോർഡ്, ടോളി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദരിക്കൽ അല്ലെങ്കിൽ സ്വീകരണ സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി നടത്തിയ യുവാവ് അറസ്റ്റിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി അബ്ദുൾ ഷിജിയാണ് അറസ്റ്റിലായത്. 31 കഞ്ചാവ് ചെടികൾ ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി നടത്തിയ യുവാവാണ് അറസ്റ്റിലായത്. പുള്ളിക്കണക്ക് മുല്ലയിൽ കിഴക്കതിൽ 34കാരനായ അബ്ദുൾ ഷിജിയാണ് പിടിയിലായത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കായംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. 31 കഞ്ചാവ് ചെടികൾ ഇയാളുടെ വീട്ടുമുറ്റത്തു നിന്നും കണ്ടെടുത്തു. ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഇയാൾ ഭാര്യയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ശേഷം ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നത്. വിദേശത്തായിരുന്ന ഇയാൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി തുടർന്ന് മയക്കുമരുന്നിന് അടിമയായി മാറിയെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. ന്യൂസ് ബ്യൂറോ, കായംകുളം. പെരുമ്പുഴ കോണത്ത് ദേവി ക്ഷേത്രത്തിൽ ബിംബപ്രതിഷ്ഠ നടന്നു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. പെരുമ്പുഴ പുനുക്കന്നൂർ കോണത്ത് ദേവി ക്ഷേത്രത്തിലാണ് ക്ഷേത്ര സമർപ്പണവും നവീകരണ കലശവും നടത്തിയത്. തന്ത്രി മുഖത്തല നീലമനയില്ലത്ത് വൈകുണ്ഠം വിഷ്ണുദത്ത് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ബിംബപ്രതിഷ്ഠയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ഭദ്രദീപം തെളിച്ചു. മനോഹരമായ ക്ഷേത്രത്തിൽ സന്തോഷം നന്ദി പറയുന്നു. ആരോഗ്യത്തിലും അവസാനത്തെത്തിക്കാനും ദേവികയാണ്. വളരെ ഭംഗിയായിരിക്കുന്ന ക്ഷേത്രം, വളരെ നന്നായിരിക്കുന്നു. തീർച്ചയായിട്ടും ക്ഷേത്രം വരുന്നതോടെ ക്ഷേത്രം നന്നായാൽ മതി. നാട്ടിലെ നാട്ടുകാർക്കും അമ്മയുടെ ഉൾപ്പെടുന്നുണ്ടാവും. ഇതുപോലെ നിങ്ങളെല്ലാവരും കൂടെ ഒരു ഉപായമായി ചേർന്ന എന്താണ് അമ്മയുടെ പുരോഗതിക്ക് എല്ലാവരും ഒന്നിച്ചിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എനിക്ക് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അഷ്ടബന്ധ സ്ഥാപനം, കുംഭേശ നിദ്രകലശാഭിഷേകം, ജീവകലശം, ജീവാവാഹന, പായസപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം NSS കൊല്ലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ G ഗോപകുമാർ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ഗോപിനാഥൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B ശ്രീകാന്ത് സ്വാഗതം പറഞ്ഞു. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു. SNDP സംസ്ഥാന ട്രഷറർ ഡോക്ടർ G ജയദേവൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര ചടങ്ങ് നടത്തി. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന നാരായണീയ സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവരം നടത്തിയത്. ക്ഷേത്രത്തിലെ ഉത്സവം 27-ന് സമാപിക്കും. കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ നാരായണീയ സപ്താഹജ്ഞാനയജ്ഞത്തിന്റെ 5ാം ദിവസമാണ് രുക്മിണി സ്വയംവര ചടങ്ങുകൾ നടത്തിയത്. ഇതോടനുബന്ധിച്ച് സ്വയംവര ഘോഷയാത്രയും നടന്നു. പുള്ളിക്കണക്ക് വള്ളുകപ്പള്ളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മുത്തുക്കുട, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ഗൗരീശങ്കരം ആൽത്തറമൂട് വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രുക്മിണി സ്വയംവരത്തിനു ശേഷം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ തിരുവാതിര സമിതിയുടെ തിരുവാതിരയും നടന്നു.
കുര്യൻ സദാശിവൻ, എൻ ഗോപാലകൃഷ്ണൻ നായർ, പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാരണവർ, കെ ജനാർദ്ദനൻ, അനിൽ കറുകത്തറ, ഗോപാലകൃഷ്ണൻ, പ്രസന്നൻ, സനൽ, രാജേഷ്, രാജേന്ദ്രൻ, ചെല്ലപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം. അടൂർ പള്ളിക്കൽ കണ്ടാളസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് രാത്രി കൊടിയേറും. അടുത്ത മാസം 3-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. അടൂർ പള്ളിക്കൽ കണ്ടാളസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് 25-ന് രാത്രി 7:30-ന് കൊടിയേറും. ഏപ്രിൽ 3-ന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KV സത്യൻ, സെക്രട്ടറി ജയകുമാർ ആകർഷ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് പ്രണവം, അസിസ്റ്റന്റ് കമ്മീഷണർ അനു എസ് പിള്ള, സബ് ഗ്രൂപ്പ് ഓഫീസർ K അനിൽകുമാർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീകണ്ഠാളസ്വാമിയുടെ തിരുവുത്സവമാണ് 25-ാം തീയതി മാർച്ച് മാസത്തിൽ വൈകുന്നേരം 7 മണിക്കും 7:30-നും കൊടിയേറിയിട്ട് ഏപ്രിൽ 3-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഈ വർഷത്തെ തിരുവുത്സവത്തിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ പുരോഗമന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നല്ല ഒരു പുരോഗതി ക്ഷേത്രത്തിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് 3-ാം തീയതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡിലെ 2 മെമ്പർമാർ, അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് മെമ്പർ, ഇവർ 4 പേരും കൂടി ഈ ക്ഷേത്രത്തിൽ എത്തുകയും അവരെ ആദരിക്കുകയും അത് വളരെ ഗംഭീരമായി ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള പുരോഗതിയെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുവാനും തുടർന്നുള്ള ഈ അമ്പലത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് അവരുടെ അടുക്കിലേക്ക് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, അടൂർ. കൃഷ്ണപുരം കാപ്പിൽമേക്ക് മൂത്തേരിൽ കിരാതമൂർത്തി കുറുമ്പക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടത്തി. തന്ത്രി സുജിത്തിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൃഷ്ണപുരം കാപ്പിൽമേക്ക് മൂത്തേരിൽ കിരാതമൂർത്തി കുടുംബക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രതന്ത്രി എടത്വ സുജിത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആത്മീയ ആചാര്യൻ വിമൽ തന്ത്രി, ജ്യോത്സ്യൻ ഡോക്ടർ ശ്രീകാന്ത് KV അടൂർ, സ്ഥപതി ചന്ദ്രൻ, ക്ഷേത്രശില്പി മുകേഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മങ്ങൾ നടന്നത്. നടതുറപ്പുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അന്നദാനം, ദീപാരാധന, നൃത്തസന്ധ്യ, കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചക്കുവള്ളി കൊച്ചുതെരുവ് യുവജനവേദിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ചക്കുവള്ളി കൊച്ചുതെരുവ് യുവജനവേദിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. കൊച്ചുതെരുവ് ബസേലിയസ് ചർച്ച് ഓഡിറ്റോറിയത്തിലായിരുന്നു ഇഫ്താർ സംഗമം. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത്, അർത്തിയിൽ ഷെഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ഐ നായർ, സാബു, അസിം തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ യുവജന കൂട്ടായ്മ എല്ലാ വിഭാഗം ആൾക്കാരെയും ചേർത്ത് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. സന്തോഷകരമായ അവസ്ഥയാണ്. എല്ലാവരും ഒന്നിച്ച് ചേർന്നിരുന്നു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നു. യുവജന കൂട്ടായ്മ കൊച്ചേരി ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ രീതിയിൽ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1500-ലധികം ആളുകൾക്കുള്ള ഇഫ്താർ സംഗമത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജാതി മത ഭേദമന്യേ ഈ പ്രദേശത്തെ ഈ ചൂരനാട്, പോരുവഴി, ശാസ്താംകോട്ട അടക്കമുള്ള പ്രദേശത്ത് ഞങ്ങളുമായും ഈ പ്രദേശവുമായും ബന്ധമുള്ള പൊതുപ്രവർത്തകരടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തതിൽ ഇഫ്താർ വിരുന്ന് ഏർപ്പാട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ ഉത്സവം പോലെ തന്നെ അവർ അതിനകത്ത് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തിക്കും തിരക്കും. 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്ക് ഉത്സവത്തിനിടെയായിരുന്നു അപകടം. ചിതറ പമ്പിനുള്ളിലെ കൊലപാതക ശ്രമം. 3 പ്രതികൾ അറസ്റ്റിൽ. ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി. യുവാവ് അറസ്റ്റിൽ. കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി അബ്ദുൾ ഷിജിയാണ് അറസ്റ്റിലായത്. 31 കഞ്ചാവ് ജരികൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.